Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. നസീമയ്ക്ക് എന്താണ് 3 രീതിയിൽ മെസ്സേജ് വന്നത് നസീമ്? ഗുഡ് ആഫ്റ്റർനൂൺ. ഒന്നുമില്ല. ആ ഫുഡൊക്കെ കഴിച്ചോ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രിഫിക്സ് അല്ലേ എടുത്തത്? അതിൽ നിങ്ങൾ ചോദിച്ചില്ലേ ഒരു നമ്പർ മിസ്സിംഗ് ആണെന്ന്? 19 കഴിഞ്ഞിട്ട് 20 ഇല്ലാന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ ആ നമ്പർ ഒന്ന് നോക്കിയേ. 19, 22, 21, 22, 23. ഇത് 20 ആണ്. എന്താ 22 എന്നാ കിടക്കുന്നത്. 20 ആണ് കേട്ടോ. ക്ലിയർ ആയോ? നയൻറ്റി, 20, 21, 22, 23, 24, 25. യെസ്, കറക്റ്റ് ആയില്ലേ? പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. ടെക്സ്റ്റിൽ അങ്ങനെ തന്നെയാണോ കിടക്കണേ? ഓക്കെ, യെസ്. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ 25th വരെ, കോളേജ് വരെ അല്ലേ പറഞ്ഞത്? കോളേജ് വരെ അല്ലേ പറഞ്ഞത്? ശ്രദ്ധിക്കാട്ടോ. അത് പറയുന്നത് എഴുതിയെടുത്ത് പോകുന്നവരാണെങ്കിൽ എഴുതിയെടുത്ത് പോയിക്കോളൂ. എന്താണ് പറയുന്നത്, അതിന്റെ മീനിങ് എന്താണ്? നെക്സ്റ്റ് 26 എന്താണ്? കോൺട്രോ. belong to cartilage. belong to cartilage. എന്താണ് belong to cartilage എന്ന് പറയുന്നത്? 26th ഇവിടെ തരുണാസ്ഥിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അല്ലെ? ഇവിടെ തരുണാസ്ഥിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കോൺട്രോയിൽ വരുന്നത്. then circum. circum പ്രൊനൗൺസിയേഷൻ എങ്ങനെയാണ്? circum on all sides above. അതിന്റെ മീനിങ് എന്താണ്? on all sides above. circum എന്താണ്? on all side above എന്ന് പറയുന്നത് എല്ലാ വശങ്ങളും അല്ലെങ്കിൽ ഏകദേശം കേട്ടോ. എല്ലാ വശങ്ങളും അല്ലെങ്കിൽ ഏകദേശം. circum on all sides about എല്ലാ വശങ്ങളും അല്ലെങ്കിൽ ഏകദേശം എന്നൊരു മീനിങ്. then contra. contra against, opposite. പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുത്തേ. പേജ് നമ്പർ പറയാട്ടോ. 100. contra against, opposite. അറിയാലോ? contra against, opposite, എതിരെ കേട്ടോ. then costo. costo ഇതിന്റെ കൂടെ വരുന്ന വകുപ്പിലാണ് കേട്ടോ അത് ഓ എന്ന് കൊടുത്തിരിക്കുന്നത്. costo എന്താണ്? belong to a rib. belonging to a rib. belonging to a rib. നിങ്ങൾ 28 എന്നുള്ളത് പിക്ക് ചെയ്യണം കേട്ടോ. ഇമ്പോർട്ടന്റ് ആയതുള്ളത് ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിലും പിക്ക് ചെയ്ത് തന്നിരുന്നു. 28 പിക്ക് ചെയ്യാം. belong to the rib എന്ന് പറയുന്നത് വാരിയല് കേട്ടോ. belong to the rib എന്ന് പറയുന്നത് വാരിയലാണ്. then 13th number cyano. cyano
സയാനോ മീൻസ് എന്ത് കളറാണ്? സയാനോ എന്ന് പറയുന്നത് ബ്ലൂ കളറിന് ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് കേട്ടോ. ബ്ലൂ ആണ്. സയാനോ മീൻസ് ബ്ലൂ. ദെൻ സിസ്റ്റോ. സിസ്റ്റോ ടിക്കിയ. സിസ്റ്റോ. സിസ്റ്റോ റിലേറ്റിംഗ് ടു ദ ബ്ലാഡർ. സിസ്റ്റോ റിലേറ്റിംഗ് ടു ദ ബ്ലാഡർ. മൂത്രസഞ്ചിയുമായി ബന്ധപ്പെട്ടത് കേട്ടോ. റിലേറ്റിംഗ് ടു ദ ബ്ലാഡർ. സിസ്റ്റോ. നെക്സ്റ്റ് സൈറ്റോ. സിസ്റ്റോ എന്നുള്ളതും ടിക്ക് ചെയ്യണം, സൈറ്റോ എന്നും ടിക്ക് ചെയ്യണം കേട്ടോ. സൈറ്റോ. സൈറ്റോ റിലേറ്റിംഗ് ടു എ സെൽ. സൈറ്റോ എന്ന് പറയുന്നത് എന്താണ്? റിലേറ്റിംഗ് ടു എ സെൽ. എന്താണ്? സെല്ലുമായി റിലേറ്റ് ചെയ്ത് വരുന്നത് അല്ലെ? ഓക്കെ, കോശങ്ങളുമായി റിലേറ്റ് ചെയ്ത് വരുന്നത് സൈറ്റോ. ദെൻ ടി. ടി എന്താണ്? ഡൗൺ ഫ്രം. ടി ഡൗൺ ഫ്രം താഴേക്ക്. ടി ഡൗൺ ഫ്രം താഴേക്ക്. ഡെർമറ്റോ. ഡെർമറ്റോ. ഡെർമറ്റോ വെച്ച് നമ്മളൊരു വാക്ക് കേട്ടിട്ടുണ്ടാവുമല്ലോ. ഡെർമറ്റോ. ഡെർമറ്റോന്റെ കൂടെ ഏത് സഫിക്സിന്റെ കൂടെയാണ് ചേർക്കുന്നത്? യെസ്, വെരി ഗുഡ്. ഡെർമറ്റോളജി അല്ലെ? ഡെർമറ്റോളജി റിലേറ്റിംഗ് ടു ദ സ്കിൻ. റിലേറ്റിംഗ് ടു ദ സ്കിൻ. ടിക്ക് ചെയ്യാം കേട്ടോ. നമ്പർ 34 ടിക്ക് ചെയ്യാം. റിലേറ്റിംഗ് ടു ദ സ്കിൻ. സോറി, ഡൈ കേട്ടോ. ഡൈ ആണ്. ഡൈ 2 times double. ഡൈ 2 times double. 2 times double. 2 തവണ ഇരട്ടി എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത് 2 തവണ ഇരട്ടി. ടിക്ക് ചെയ്ത് ഒന്നുകൂടി പറയാം. ശ്രദ്ധിക്കണേ. 28 ടിക്ക് ചെയ്യണം, 31 ടിക്ക് ചെയ്യണം, 32, 34. ഇത് വായിക്കാനാണോ പറഞ്ഞത്? ഈ നമ്പർ ആണോ പറയാൻ പറഞ്ഞത്? മെസ്സേജില് എന്താ പറഞ്ഞ? നമ്പർ മാത്രമാണോ ചോദിച്ചത്? ഓക്കെ. ഡൈ എന്താണ്? 2 times double. Then 36 എന്താണ്? 36 ഡയ. ഡയ എന്താണ്? Throw completely. Throw completely. Dia means throw completely. എന്താണ്? പൂർണ്ണമായും. എങ്കില് വഴി. വഴി എന്ന് പറയാനെങ്കിൽ നമ്മള് പൂർണ്ണമായും എന്നുള്ളൊരു മീനിങ്. Then dice. Sorry, dis. Dice അല്ല, dis ആണ് കേട്ടോ. Dis. അങ്ങനെയാണ് അത് വായിക്കേണ്ടത്. Dis. T-Y-S. Dis. So, agonizing abnormal. Agonizing abnormal എന്താണ്? Dice എന്ന് പറയുന്നത്, dis എന്ന് പറയുന്നത് എന്താണ്? അസാധാരണമായ അല്ലെങ്കിൽ കഠിനമായിട്ടുള്ള വേദന എന്നൊരു മീനിങ് കേട്ടോ. അസാധാരണമായ അല്ലെങ്കിൽ കഠിനമായിട്ടുള്ള ഒരു വേദന. അഗോണൈസിങ് അബ്നോർമൽ. ദിസ് എന്ന് പറയുന്നത് എന്താണ്? അസാധാരണമായ അല്ലെങ്കിൽ കഠിനമായ വേദന എന്നൊരു മീനിങ് കേട്ടോ. അബ്നോർമലിൽ ഉണ്ടാകുന്നു. Then 38. 38 ഒന്ന് നോക്കൂ. Ecto. Out from. Ecto, out from. Ecto എന്താണ്? Out from എന്ന് വെച്ചാല് പുറത്ത് നിന്ന്. Ecto, out from പുറത്ത് നിന്ന്. Electro. ടിക്ക് ചെയ്യാം കേട്ടോ. 39 ടിക്ക് ചെയ്യാം. Electro relating to electricity. Electro relating to electricity. Then endo എന്താണ്? ഇൻസൈഡ്. ഇൻസൈഡ് അകത്ത്. ഇൻസൈഡ് അകത്ത്. 41 entero relating to the intestines. എന്താണ് related to the intestines എന്ന് പറയുന്നത്? കുടലുമായി ബന്ധപ്പെട്ടത്. ഓക്കെ. Then ഇലക്ട്രോ ടിക്ക് ചെയ്യണം, എൻട്രോ ടിക്ക് ചെയ്യണം കേട്ടോ. 41 39 ടിക്ക് ചെയ്യണം. ഓക്കെ. എപ്പി upon on.
എപ്പി അപ്പോൺ ഓൺ മുകളിൽ അല്ലെങ്കിൽ സമീപം. എപ്പി അപ്പോൺ ഓൺ അല്ലെങ്കിൽ മുകളിൽ അല്ലെങ്കിൽ സമീപം. എറിത്രോ. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കട്ടെ ടിക്ക് ചെയ്യാൻ പറയണത്. എത്ര പ്രാവശ്യം ടീച്ചർ പറയണം? 39ഉം 41ഉം ടിക്ക് ചെയ്യാം. 39ഉം 41ഉം ടിക്ക് ചെയ്യാം. ഓക്കെ, റേഞ്ച് പോകുന്നുണ്ടോ? ഓക്കെ, നെക്സ്റ്റ് വരുന്നത് എറിത്രോ. എറിത്രോ. എറിത്രോ എന്താണ്? റിലേറ്റിംഗ് ടു എനിത്തിങ് റെഡ് ഓർ ടു എറിത്രോസൈറ്റ്സ്. എന്താണ്? എറിത്രോസൈറ്റ്സ്. സോറി, റിലേറ്റിംഗ് ടു എനിത്തിങ് റെഡ് ഓർ ടു എറിത്രോസൈറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? എറിത്രോ നമ്മുടെ ചുവന്ന രക്താണുക്കളില്ലേ, ചുവന്ന രക്താണുക്കളുമായി ബന്ധപ്പെട്ടത്. ഓക്കെ, then EU. EU അങ്ങനെയാണ് വായിക്കുന്നത് കേട്ടോ. EU quite good usual. EU എന്ന് പറയുന്നത് എന്താണ്? quite good usual. അതായത് quite എന്ന് വെച്ചാൽ വളരെ ശാന്തമായിട്ടുള്ളത്. good എന്ന് പറയുന്നത് എന്താണ്? നല്ലത്. then usual സാധാരണ എന്നൊരു മീനിങ് കേട്ടോ. EU എന്ന് സൂചിപ്പിക്കുന്നത് quite good or usual. ഓക്കെ, നെക്സ്റ്റ് exo. എക്സ്റ്റീരിയർ. എക്സോ എക്സ്റ്റീരിയർ അതായത് പുറം എന്നുള്ള ഒരു മീനിങ് കേട്ടോ. എക്സോ എക്സ്റ്റീരിയർ പുറം. then 46 എക്സ്ട്രാ. എക്സ്റ്റീരിയർ ഇൻ അഡീഷൻ. എക്സ്ട്രാ എന്ന് പറയുന്നത് എന്താണ്? എക്സ്റ്റീരിയർ ഇൻ അഡീഷൻ പുറമേ എന്നൊരു മീനിങ് കേട്ടോ. എക്സ്ട്രാ എക്സ്റ്റീരിയർ ഇൻ അഡീഷൻ മീൻസ് പുറമേ. then 47 ടിക്ക് ചെയ്യണം. ഗ്യാസ്ട്രോ. 47 ടിക്ക് ചെയ്യാം കേട്ടോ. ഗ്യാസ്ട്രോ റിലേറ്റിംഗ് ടു ദ സ്റ്റൊമക്. അറിയാലോ ഗ്യാസ്ട്രോ എന്താണെന്ന്? യെസ്, റിലേറ്റിംഗ് ടു ദ സ്റ്റൊമക്. ഗ്യാസ്ട്രോ. ടിക്ക് ചെയ്യണം. 48 ടിക്ക് ചെയ്യണം. ഗ്ലൈക്കോ. 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 ഗ്ലൈക്കോ എന്താണ്? ഗ്ലൈക്കോജൻ എന്നൊക്കെ കേട്ടില്ലേ? ഗ്ലൈക്കോജൻ ഷുഗർ അല്ലെ? ഗ്ലൈക്കോ എന്താണ്? ഷുഗർ. ടിക്ക് ചെയ്യാം കേട്ടോ. യെസ്, ഗ്ലൈക്കോ ഷുഗർ ടിക്ക് ചെയ്യാം. then 49 ടിക്ക് ചെയ്യണം. 49 ടിക്ക് ചെയ്യണം. ഗൈനക്കോ. ഗൈനക്കോ. ഗൈനക്കോ റിലേറ്റിംഗ് ടു ഫീമെയിൽ ഓർ ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് അല്ലെ? സ്ത്രീ പ്രത്യുൽപാദന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടതാണ്. അറിയാലോ ഗൈനക്കോളജി അല്ലെ? ഗൈനക്കോളജി, ഗൈനക്കോ. ഓക്കെ, അപ്പൊ 47, 48, 49 അത് മൂന്ന് ടിക്ക് ചെയ്യണം കേട്ടോ. ഓക്കെ, യെസ്. നെക്സ്റ്റ് 50 ഹെമറ്റോ. ഹെമറ്റോ സോറി ഹെമിറ്റോ ടിക്ക് ചെയ്യാം കേട്ടോ. ഹെമിറ്റോ നിങ്ങൾ പ്രൊനൗൺസിയേഷൻ വേണ്ടി ഇവിടെ മലയാളത്തിൽ എഴുതി വെച്ചോളൂ. ഹെമിറ്റോ കേട്ടോ. ഹെമിറ്റോ റിലേറ്റിംഗ് ടു ദ ബ്ലഡ്. ഹെമിറ്റോ എന്താണ്? റിലേറ്റിംഗ് ടു ദ ബ്ലഡ്. ഹെമിറ്റോ റിലേറ്റിംഗ് ടു ദ ബ്ലഡ്. ഹെമി ഹാഫ് പകുതി എന്നൊരർത്ഥം കേട്ടോ. ഹെമി ഹാഫ് പകുതി. 52 ടിക്ക് ചെയ്യണം. ഹീമോ. ഹീമോ എന്തുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്? റിലേറ്റിംഗ് ടു ദ ബ്ലഡ്. ഹീമോയും എന്തുമായി റിലേറ്റ് ചെയ്ത് വരുന്നു? റിലേറ്റ് ടു ദ ബ്ലഡ് കേട്ടോ. ഹീമോ. then ഹെപ്പറ്റോ. ഹെപ്പറ്റോ. ഹെപ്പറ്റോ റിലേറ്റിംഗ് ടു ദ ലിവർ. കരളുമായി ബന്ധപ്പെട്ടത്. ഹെപ്പറ്റോ. നമ്മള് ഹെപ്പറ്റോളജിസ്റ്റ് കേട്ടിട്ടില്ലേ? ഹെപ്പറ്റോളജി, ഹെപ്പറ്റോളജി ഡിപ്പാർട്ട്മെന്റ്. ഹെപ്പറ്റോ റിലേറ്റഡ് ടു ദ ലിവർ. ടിക്ക് ചെയ്യണം കേട്ടോ. ഹിറ്റർ. ഹിറ്റർ other various. Hitter other various മറ്റുള്ളവ അല്ലെങ്കിൽ വിവിധ എന്നൊരർത്ഥം. വേരിയസ് അതേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. then 55 home. home
the identical. Home, the identical. എന്താണ് സമാനമായത് അല്ലെ? ഹോം ഹോമോസെക്ഷൽ എന്നൊക്കെ പറയില്ലേ? ഹോമോസ്റ്റീനിയസ്, ഹോമോനീനിയസ് എന്നൊക്കെ പറയില്ല, അത് തന്നെ. ഐഡന്റിക്കൽ സമാനമായത്, ഒരേപോലെയുള്ളത് കേട്ടോ. ഓക്കെ. 56 hydro, hydro water, അറിയാലോ? hydro water. 57 ഹൈഡ്രോ ടിക്ക് ചെയ്യണം കേട്ടോ, ഹൈഡ്രോ ടിക്ക് ചെയ്യണം. 57 6 തുടങ്ങി 58 വരെ ടിക്ക് ചെയ്യാം. 56 ഹൈഡ്രോ, 57 ഹൈപ്പർ. 57 എന്താണ്? ഹൈപ്പർ ടിക്ക് ചെയ്യുക. ഹൈപ്പർ ഓവർ സർപ്ലസ്. ഓവർ സർപ്ലസ് എന്ന് പറയുന്നത് എന്താ? അമിതമായിട്ടുള്ളത് കേട്ടോ, അമിതമായ എന്നൊരു മീനിങ് ആണ് ഹൈപ്പർ. Then 58 hypo. 58 hypo എന്താണ്? അണ്ടർ, ഇൻസഫിഷ്യന്റ്, താഴെ അല്ലെങ്കിൽ കുറവായ എന്നൊരു മീനിങ് കേട്ടോ. അണ്ടർ, ഇൻസഫിഷ്യന്റ്, താഴെ അല്ലെങ്കിൽ കുറവായ. ഇൻസഫിഷ്യൻസി എന്ന് പറയില്ല നമ്മൾ, ഇൻസഫിഷ്യന്റ് കുറവായ. ഓക്കെ. Then histo. Histo. സ്റ്റേറ്റ് വരെ നിങ്ങൾ ടിക്ക് ചെയ്തോ? സ്റ്റേറ്റ് വരെ ടിക്ക് ചെയ്തോ? ഓക്കെ. യെസ്. നെക്സ്റ്റ് വരുന്നത് ഹിസ്റ്ററോ. ഹിസ്റ്ററോ എന്നാണ് കേട്ടോ. ഹിസ്റ്ററോ. ഹിസ്റ്ററോ മീൻസ് relating to the uterus. Histero relating to the uterus. Histero കേട്ടോ, നമ്മുടെ ഗർഭാശയവുമായി ബന്ധപ്പെട്ടത്. ഓക്കെ. Then infra. Infra beneath, further or etc. beneath, further or etc. എന്താണ്? കീഴെ കൂടുതൽ, താഴെ കൂടുതൽ എന്നുള്ള ഒരു മീനിങ് ആയിട്ട്, അല്ലെങ്കിൽ മീതെ എന്നൊക്കെ പറയാം നമ്മൾ. infra. Then inter, in the middle of. inter എന്താണ്? in the middle of, നടുവിൽ എന്നൊരർത്ഥം. inter, in the middle of. Then intra, inside. intra, inside, അകത്ത്. intra, inside, അകത്ത്. iso. iso എന്താണ്? equal, തുല്യം. iso equal, തുല്യം. Then latero. latero. 64 എന്താണ്? latero എന്ന് വെച്ചാൽ സൈഡ്, വശം എന്നൊരു മീനിങ് കേട്ടോ. latero, സൈഡ്. Then 65. 65 എന്താണ്? ല്യൂക്കോ കേട്ടോ. ല്യൂക്കോ ടിക്ക് ചെയ്യാം കേട്ടോ. ല്യൂക്കോ. ല്യൂ 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 എന്നാണ് പ്രൊനൗൺസിയേഷൻ. ല്യൂക്കോ. Relating to anything white or leukocytes. എന്താണ്? WBC അല്ലെങ്കിൽ നമ്മുടെ ശ്വേത രക്താണുക്കളുമായി ബന്ധപ്പെട്ടതാണ് എന്ത്? ല്യൂക്കോ എന്ന് പറയുന്നത്. ല്യൂക്കോസൈറ്റ്സ് കണ്ടിട്ടില്ലേ നിങ്ങൾ? അല്ല, കേട്ടിട്ടില്ലേ? WBC ശ്വേത രക്താണുക്കളുമായി ബന്ധപ്പെട്ടതാണ് എന്ത്? ല്യൂക്കോ. റേഞ്ച് കട്ടായി പോകുന്നുണ്ടോ? എവിടെ വരെ എഴുതിയിടോ താൻ? എവിടെ വരെ ടിക്ക് ചെയ്തോ? വരെ. 58 ഹൈപ്പോ, അണ്ടർ, ഇൻസഫിഷ്യന്റ്. എന്താണ്? താഴെ അല്ലെങ്കിൽ കുറവായ എന്നൊരു മീനിങ്. ദെൻ നെക്സ്റ്റ് എന്താണ്? ഹിസ്റ്ററോ. ഹിസ്റ്ററോ എന്ന് പറയുന്നത് റിലേറ്റിംഗ് ടു ദ യൂട്രസ് ആണ്. ഇൻഫ്ര എന്ന് പറയുന്നത് ബിനീത്ത്, മുകളിൽ അല്ലെങ്കിൽ ഫർദർ എക്സെട്ര. ദെൻ ഇൻഫ്ര എന്ന് പറയുന്നത് എന്താണ്? സോറി, ഇന്റർ എന്ന് പറയുന്നത് ഇൻ ദ മിഡിൽ ഓഫ്, നടുവിൽ. ഇൻട്ര എന്ന് പറയുന്നത് ഇൻസൈഡ്. ഐസോ എന്ന് പറയുന്നത് ഈക്വൽ. ലാറ്ററോ മീൻസ് സൈഡ്. ആൻഡ് ല്യൂക്കോ മീൻസ് എന്താണ്? ല്യൂക്കോ എന്ന് പറയുന്നത് നമ്മുടെ ശ്വേത രക്താണുക്കളുമായി ബന്ധപ്പെട്ടത്, ല്യൂക്കോസൈറ്റ്സുമായി ബന്ധപ്പെട്ടത്. ഓക്കെ. 65 ടിക്ക് ചെയ്യണം. അടുത്തത് 66 ലിത്തോ. ലിത്തോ റിലേറ്റിംഗ് ടു എ സ്റ്റോൺ. ലിത്തോ റിലേറ്റിംഗ് ടു എ സ്റ്റോൺ. സ്റ്റോണുമായി ബന്ധപ്പെട്ട് കേട്ടോ. ലിത്തോ.
പിത്താശയത്തിലൊക്കെ കല്ല് എന്നൊക്കെ കേട്ടിട്ടില്ല, അല്ലെങ്കിൽ ബോൾ വാട്ടറിലൊക്കെ കല്ല്, അല്ലെങ്കിൽ സ്റ്റോൺ, കിഡ്നി സ്റ്റോൺ എന്നൊക്കെ കേട്ടിട്ടില്ല. റിലേറ്റഡ് ആണ് കേട്ടോ. ലിത്തോസൈസിസ് അങ്ങനെ എന്തോ ആണ് പറയുന്നതിന്. ഓക്കെ, റിലേറ്റിംഗ് ടു എ സ്റ്റോൺ. ദെൻ 67 ടിക്ക് ചെയ്യണം. 67 ടിക്ക് ചെയ്യണം. എന്താണത്? മാക്രോ. മാക്രോ. മാക്രോന്റെ സ്പെല്ലിംഗ് മീനിങ്ങില് ഹ്യൂജ് എന്നാണ് അർത്ഥം വരുന്നത് കേട്ടോ. HUGE എന്നാണ് കേട്ടോ. ഹ്യൂജ് എന്നാണ്. ലാർജ് എന്നുള്ളൊരു മീനിങ്. ഹ്യൂജ്, HUGE. ഇവിടെ വൈ എന്നാണ് എടുക്കുന്നത്. നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്യണേ. ഓക്കെ, ലാർജ്. Then 68 മാൾ. മാൾ bad or unusual. മാൾ എന്ന് പറയുന്നതാണ് bad or unusual. Okay. Then മെഡി. മെഡി മിഡിൽ അല്ലെ. മെഡി മിഡിൽ, നടുവിൽ എന്നൊരർത്ഥം. Okay. Then മെഗാ ഹ്യൂജ്. മെഗാ ഹ്യൂജ്. മാക്രോയ്ക്കും മെഗായ്ക്കും ഒരേ മീനിങ് തന്നെയാണ് കേട്ടോ. ഹ്യൂജ്. മെഗാ. 17 ടിക്ക് ചെയ്യുക കേട്ടോ. 17 ടിക്ക് ചെയ്യുക. മെഗാ ഹ്യൂജ്. Then 71 ടിക്ക് ചെയ്യണം. 71 ടിക്ക് ചെയ്യണം. മെലാൻ. മെലാൻ. മെലാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലാക്ക്. മെലാൻ ബ്ലാക്ക്. ടിക്ക് ചെയ്യണം കേട്ടോ. Then meningo. Meningo കേട്ടോ. Meningo relating to a membrane, meaning meninges. Relating to a membrane, meninges. എന്താണ്? meningo. Meningo എന്താണ്? Relating to the membrane, meninges. meningesമായി ബന്ധപ്പെട്ടത്. Then 73 micro. Micro. Tiny. Tiny particles എന്നൊക്കെ പറയില്ലേ? നേർത്ത. നേർത്ത എന്നൊരു മീനിങ് കേട്ടോ. ചെറുത്. മൈക്രോ. ടിനി. നേർത്ത അല്ലെങ്കിൽ ചെറുത് എന്ന മീനിങ്. Then 74. 73 ടിക്ക് ചെയ്യണം കേട്ടോ. 73 ടിക്ക് ചെയ്യാം. 73 ടിക്ക് ചെയ്യാം. 74 മോണോ. സിംഗിൾ. ഒന്ന് എന്നൊരർത്ഥം കേട്ടോ. മോണോ, സിംഗിൾ, ഏകം, ഏകകം എന്നൊരർത്ഥം. നെക്സ്റ്റ് മൈലോ. മൈലോ റിലേറ്റിംഗ് ടു സ്പൈനൽ കോഡ്, ബോൺ മാരോ. എന്താണ്? മൈലോ റിലേറ്റിംഗ് ടു ദ സ്പൈനൽ കോഡ് ആൻഡ് ബോൺ മാരോ. മയോ. മയോ എന്താണ്? മയോ relating to muscles. Myo relating to muscles. Myo relating to muscle. Next, naso. Naso relating to the nose. Naso relating to the nose. Next, neo. New. Neo. Neo എന്നൊക്കെ കേട്ടിട്ടില്ലേ? ന്യൂ, പുതിയത്. നിയോ, പുത്തൻ എന്നൊക്കെ പറയും. ഓക്കെ. Then 79 ടിക്ക് ചെയ്യണം. 79 ടിക്ക് ചെയ്യണം. നെഫ്രോ. നെഫ്രോ കേട്ടിട്ടില്ല നിങ്ങള്? നെഫ്രോളജി. നെഫ്രോ. നെഫ്രോളജി relating to kidney. Relating to the kidney. Yes. Relating to the kidney. Nephro. ടിക്ക് ചെയ്യണം കേട്ടോ. 18 ടിക്ക് ചെയ്യാ. ന്യൂറോ. 18 ടിക്ക് ചെയ്യാ. ന്യൂറോ relating to the nervous system. അറിയാലോ? ന്യൂറോളജി അല്ലെ? ന്യൂറോളജി relating to the nervous system. 18. 79ഉം 18ഉം ടിക്ക് ചെയ്യണം. 79ഉം 18ഉം ടിക്ക് ചെയ്യണം. 81 നോട്ട്. നോട്ട് നൈറ്റ്. നോട്ട് എന്ന് പറയുന്നത് എന്താണ്? നൈറ്റ്, രാത്രി. നോട്ട് നൈറ്റ്, രാത്രി. നോട്ട്.
Then 82, oligo, oligo. Tiny lacking deficient, tiny lacking deficient. ചെറിയ കുറവ് അല്ലെങ്കിൽ കുറവ് എന്ന് പറയുന്നത് കേട്ടോ. tiny means ചെറിയ കുറവ്. Okay. Oligo. Then uforo, uforo. Uforo. Relating to the nervous system. അതും എന്താണ്? Relating to the nervous system ആയി ബന്ധപ്പെട്ടതാണ് എന്ത്? uforo എന്ന് പറയുന്നത്. uforo കേട്ടോ. uforo. Then 84 ടിക്ക് ചെയ്യണം. 84 ടിക്ക് ചെയ്യണം. ophthalmo, ophthalmo. നമ്മൾ കേട്ടിട്ടില്ലേ ophthalmology? Yes. എന്തിനെ കുറിച്ചുള്ള പഠനമാണ്? സ്റ്റഡി ഓഫ് ഐസ് അല്ലേ? റിലേറ്റഡ് ടു ദ ഐസ്. ophthalmology. Okay. Related to the eye. ടിക്ക് ചെയ്യണം കേട്ടോ. Next, orchido, orchido. Relating to the testicles, relating to the testicles. എന്താണ്? അത് മൂന്നും ടീച്ചർ ഒരുമിച്ച് പറയാം. orchido, orchido, orchio. 86 എന്ന് പറയുന്നത് orchio ആണ്. Then oro, oro. അത് മൂന്നും എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ്? ടെസ്റ്റിക്കിൾസ് ആയിട്ട്. ടെസ്റ്റിക്കിൾ എന്ന് വെച്ചാൽ നമ്മുടെ കൃഷ്ണവുമായി ബന്ധപ്പെട്ടത്. ഓക്കെ, കൃഷ്ണവുമായി ബന്ധപ്പെട്ടതാണ് ടെസ്റ്റിക്കിൾസ്. ഇതെല്ലാം ഈ മൂന്ന് ടേംസ്, ഈ മൂന്ന് പ്രിഫിക്സും, അതായത് ഓർക്കിഡോ, ഓർക്കിഡോ, ഓർക്കിയോ ആൻഡ് ഓറോ. അത് മൂന്ന് കേട്ടോ, കൃഷ്ണവുമായി ബന്ധപ്പെട്ടത്. അത് ഒരുമിച്ച് ഒന്ന് ബ്രാക്കറ്റിൽ ആക്കിയാൽ മതി കേട്ടോ. 85, 86, 87. മനസ്സിലായോ? ഹലോ, യെസ്. ഓക്കെ. Next 87. ഓറോ, ഓറോ റിലേറ്റിംഗ് ടു ഓറോ പറഞ്ഞല്ലേ നമ്മള്. 88 ആണ് കേട്ടോ. ഓർത്തോ, ഡയറക്റ്റ് ഓർ നോർമൽ. ഓർത്തോ, ഡയറക്റ്റ് ഓർ നോർമൽ. നേരിട്ടോ അല്ലെങ്കിൽ സാധാരണമായത്. നേരിട്ടോ അല്ലെങ്കിൽ സാധാരണമായത്. ഓർത്തോ. ഓർത്തോന്റെ കൂടെ നമ്മൾ ഏത് വാക്കാണ് ചേർക്കാറ്? ഓർത്തോന് ശേഷം അറിയാമോ? യെസ്, ഓർത്തോപീഡിയാട്രിക് അല്ലെ? യെസ്. ഓർത്തോ എന്ന് പറയുന്നത് എന്താണ്? ഡയറക്റ്റ് ഓർ നോർമൽ, നേരിട്ടോ അല്ലെങ്കിൽ സാധാരണമായത്. ഓക്കെ. Then osteo, osteo relating to bone. Osteo relating to bone. ബോൺസുമായി റിലേറ്റ് ചെയ്യുന്നത് osteo. Then auto, auto relating to ear കേട്ടോ. auto relating to ear, ചെവിയുമായി ബന്ധപ്പെട്ടത്. auto relating to ear. Okay. Then 91, para, beside, അരികെ. para, beside, അരികെ. 92, patho, pathologist കേട്ടിട്ടില്ലേ നമ്മളെ? pathologist relating to diseases. patho, patho relating to diseases, അസുഖങ്ങളുമായി ബന്ധപ്പെട്ടത്. Then അതായത് രോഗങ്ങളുമായി ബന്ധപ്പെട്ടത്. 92 ടിക്ക് ചെയ്യണം കേട്ടോ. patho എന്നുള്ളത് ടിക്ക് ചെയ്യണം. patho, pathologist, patho ടിക്ക് ചെയ്യണേ. Then 93, per, per from കൂടി അല്ലെങ്കിൽ ഇടയിലൂടെ എന്നൊരു മീനിങ് കേട്ടോ. പെർ എന്ന് പറയുന്നത് കൂടെ അല്ലെങ്കിൽ ഇടയിലൂടെ എന്നൊരു മീനിങ്. Then peri, peri 94, peri around, അടുത്ത്. peri means around, അടുത്ത്. ടിക്ക് ചെയ്യണേ. 94 ടിക്ക് ചെയ്യണം. peri around, അടുത്ത്. 95, fago, fago relating to eat. fago relating to eat.
Fago എന്താണ്? Relating to eat. Farigo. Farigo. Farigo എന്താണ്? Relating to thorax or pharynx. നമ്മുടെ തൊണ്ടയുമായി റിലേറ്റ് ചെയ്ത് വരുന്നത് കേട്ടോ. Thorax or larynx. Farigo. Then yes, pharynx. 97 ടിക്ക് ചെയ്യണം. 97 ടിക്ക് ചെയ്യണം. 97. Filabo ആണ് കേട്ടോ. Filabo relating to vein. Filabo relating to vein. Filabo relating to vein. Pneumo ടിക്ക് ചെയ്യണം. Pneumo. Pneumo. Pneumo എന്താണ്? ടിക്ക് ചെയ്യണേ. Relating to lungs, aero respiration. Lungs അല്ലെങ്കിൽ air respirationസുമായി ബന്ധപ്പെട്ടത്. Pneumo. Pneumothorax എന്ന് പഠിച്ചിട്ടില്ലേ? Pneumothorax. Pneumothorax, hemothorax ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. ഡിസാസ്റ്റർ ഒക്കെ പഠിച്ചപ്പോ. നെക്സ്റ്റ് 97 98 ടിക്ക് ചെയ്യണം. 99 പോളി മൾട്ടി. പോളി മീൻസ് മൾട്ടി. ഓക്കെ, അറിയാലോ പോളി മൾട്ടി. Then 100 post. After, behind. After, behind. Okay. Pre, before. Pre, before. Pro, before, in front of. Pro means before അല്ലെങ്കിൽ in front of. Pro, before, in front of. Procto. Procto. Relating to rectum. Procto എന്താണ്? Relating to rectumമായി റിലേറ്റ് ചെയ്യുന്നത്. Procto. Procto വരാമെന്ന് നിങ്ങൾ വായിച്ചു നോക്കിയേ. 103 വരാമെന്ന് വായിച്ചു നോക്കിയേ. $95 തൊട്ട് ടിക്ക് ചെയ്യാനുണ്ടോ? 97 ടിക്ക് ചെയ്യണം. 98 ടിക്ക് ചെയ്യണം. പിന്നെ ഓക്കെ, 98 വരെ ടീച്ചർ പറഞ്ഞത് കേട്ടോ. ടിക്ക് ചെയ്യാൻ പറഞ്ഞത് 98 വരെയാണ്. റെക്റ്റം എന്ന് പറയുന്നത് നമ്മൾ എന്താണ്? റെക്ടൽ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് റെക്ടം. അറിയാമോ ആർക്കെങ്കിലും? എന്തുമായി റിലേറ്റ് ചെയ്ത് വരുന്നതാണ്? $26 to $46 വരെയാണ്. ഞാനതൊക്കെ പറഞ്ഞു പോയണോ? 26 ഒക്കെ ലാസ്റ്റ് പറയാം കേട്ടോ. നമ്മള് 103 വരെയല്ലേ പറഞ്ഞത്? റിലേറ്റഡ് ടു റെക്ടം, അതല്ലെങ്കിൽ നമ്മുടെ മലദ്വാരവുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. റിലേറ്റഡ് ടു റെക്ടം എന്ന് പറയുന്നത്. ഫിസ്റ്റുല, പൈൽസ് അതൊക്കെ റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. നെക്സ്റ്റ്
104 ടിക്ക് ചെയ്യണം. 104 ടിക്ക് ചെയ്യണം. സ്യൂഡോ കേട്ടോ, സ്യൂഡോ എന്നാണ് വായിക്കുന്നത്. പി സൈലന്റ് ആണ്. സ്യൂഡോ, സ്യൂഡോ കേട്ടോ, സ്യൂഡോ എന്താ? ഫേക്ക് അല്ലെങ്കിൽ ഫോൾസ് എന്നാണ്. നിങ്ങളുടെ കയ്യിൽ എങ്ങനെയാണ് കിടക്കുന്നത് സ്യൂഡോന്റെ അർത്ഥം? ഫേക്ക് എന്നാണോ? ആ, ഫേക്ക് അല്ലെങ്കിൽ ഫോൾസ് എന്നുള്ള മീനിങ് കേട്ടോ. തെറ്റ്. ഫേക്ക് അല്ലെങ്കിൽ ഫോൾസ്. ഓക്കെ, നെക്സ്റ്റ് അറിയാലോ. സൈക്കോ, സൈക്കോ 105 ടിക്ക് ചെയ്യണം കേട്ടോ. സൈക്കോ ടിക്ക് ചെയ്യണേ. സൈക്കോ അറിയാലോ. സൈക്കോ എന്താണെന്ന്? സൈക്കോളജി അല്ലെ? സൈക്കോളജി മനഃശാസ്ത്രം, റിലേറ്റഡ് ടു ദ മൈൻഡ്. ഓക്കെ, അത് ടിക്ക് ചെയ്യണം. 106 ടിക്ക് ചെയ്യണം കേട്ടോ. 106 പൾമോ, റിലേറ്റഡ് ടു ലങ്സ്. പൾമോളജി കേട്ടിട്ടില്ല നമ്മള്? പൾമനോളജി, പൾമോ റിലേറ്റഡ് ടു ദ ലങ്സ്. പൾമോ. 104, 105, 106 ഇവ 3 ടിക്ക് ചെയ്യണം കേട്ടോ. 104, 105, 106. Then പർ എന്നാണ് പറയുന്നത് കേട്ടോ. പർ റിലേറ്റിംഗ് ടു പസ്, പഴുപ്പുമായി ബന്ധപ്പെട്ടത്. പർ മീൻസ് റിലേറ്റിംഗ് ടു പസ് അല്ലെങ്കിൽ പഴുപ്പുമായി ബന്ധപ്പെട്ടത്. റിലേറ്റഡ് ടു പസ്. Then phyllo, phyllo relating to kidney or pelvis. Phyllo relating to kidney or pelvis. കിഡ്നിയുമായി ബന്ധപ്പെട്ടത്, പെൽവിസുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഫൈലോ എന്ന് പറയുന്നത് കേട്ടോ. ഫൈലോ, ഫൈലോ. Then പയോ, പയോ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ഈ ടിക്ക് ചെയ്ത് തരുന്നത് കേട്ടോ. പയോ റിലേറ്റിംഗ് ടു എന്താണ്? പസ്. പയോം എന്താണ്? റിലേറ്റിംഗ് ടു പസ്. അതും എന്തുമാണ്? പഴുപ്പുമായി റിലേറ്റ് ചെയ്ത് വരുന്നതാണ് കേട്ടോ. പയോ. Then 110 ക്വാട്രി, ക്വാട്രി. ഇവിടെ ഏത് വവ്വലാണ് വന്നിരിക്കുന്നത്? ഐ ആണ് കേട്ടോ. ക്വാട്രി, 4 എന്നൊരർത്ഥം കേട്ടോ. ക്വാട്രി 4, ക്വാർ 4 എന്നാണ് വരുന്നത്. ക്വാട്ട് 4 എന്നാണ് വരുന്നത് കേട്ടോ. ക്വാട്രി, ക്വാർ, ക്വാട്ട് പറയുന്നത് 4 ആണ്, 4 എന്നൊരർത്ഥം. ഓക്കെ, നെക്സ്റ്റ് റെട്രോ, ബാക്ക്വേർഡ് ഓർ ബിഹൈൻഡ്. ബാക്ക്വേർഡ് ഓർ ബിഹൈൻഡ് എന്നാണ് എന്ത്? റെട്രോ എന്ന് പറയുന്നത്. Then rhino കേട്ടോ. rhino relating to the nose. ടിക്ക് ചെയ്യാ. rhino 114 ടിക്ക് ചെയ്യണം. rhino, rhino relating to the nose. സ്ലീപ്പിങ്ങോ, സ്ലീപ്പിങ്ങോ റിലേറ്റിംഗ് ടു എ ട്യൂബ്. ട്യൂബുമായി റിലേറ്റ് ചെയ്ത് വരുന്നത് കേട്ടോ. സ്ലീപ്പിങ്ങോ റിലേറ്റിംഗ് ടു എ ട്യൂബ്. നെക്സ്റ്റ് സ്ക്ലീറോ, സ്ക്ലീറോ. ഇവിടെ എസ് ആണ് വരുന്നത് കേട്ടോ. അവിടെ ഡി ആണ് എടുക്കുന്നത്. SCLERO എന്നാണ്. സ്ക്ലീറോ, സ്ക്ലീറോ എന്ന് പറയുന്നത് എന്താണ്? ഹാർട്ട് റിലേറ്റിംഗ് ടു ദ സ്ക്ലീറിയ. എന്താണ്? നമ്മുടെ നേത്രഗോളങ്ങളുമായി ബന്ധപ്പെട്ടത് കേട്ടോ. നേത്രഗോളമായ ഭാഗങ്ങളുമായി ബന്ധപ്പെട്ടത്. അതിൽ ഏറ്റവും പുറമേ ഉള്ള ഭാഗം, നേത്രഗോളത്തിന്റെ ഏറ്റവും പുറമെയുള്ള ഭാഗമാണ് എന്ത്? സ്ക്ലീറോ എന്ന് പറയുന്നത് കേട്ടോ. യെസ്. 117 ടിക്ക് ചെയ്യണം. 117 ടിക്ക് ചെയ്യണം. സെമി, സെമി എന്ന് പറയുന്നത് എന്താണ്? ഹാഫ് ഓർ പാർഷ്യൽ അല്ലെ? പകുതി അല്ലെങ്കിൽ പാർഷ്യൽ എന്നൊരു മീനിങ്. സെമി ടിക്ക് ചെയ്യാട്ടോ. സെമി. Then sub, sub എന്താണ്? അണ്ടർ അല്ലെങ്കിൽ സംവാട്ട്, താഴെ എന്നുള്ളൊരു മീനിങ് കേട്ടോ. സബ് എന്ന് പറയുന്നത് അണ്ടർ.
super, super, above, up than, more than normal. Super means എന്താണ് above. സൂപ്പർ നാച്ചുറൽ എന്നൊക്കെ പറയില്ലേ, സൂപ്പർ നാച്ചുറൽ. Then supra, supra, above. Supra means above. Supra, above. Then tacky, tacky means speedy എന്നൊരർത്ഥം കേട്ടോ. tacky, speedy, വേഗത്തിൽ. tacky, speedy. Then term, term ടിക്ക് ചെയ്യണം. 122 ടിക്ക് ചെയ്യണം. term, term relating to the temperature. term എന്താണ്? relating to the temperature. term relating to the temperature. ചെയ്യണം. Then thorax, thorax relating to the chest. പിന്നെ pneumothorax അല്ലെങ്കിൽ hemothorax എന്നാണ് chest related ആയിട്ടുള്ള difficulties ആണ്. ഓക്കെ, അതാണ് thorax related to chest. Then trans, to the other side of. trans എന്ന് പറയുന്നത് എന്താണ്? other sides of നെയാണ് നമ്മൾ trans എന്ന് പറയുന്നത്. ഓക്കെ, then try ഇരിക്കണേ. try 125. try 3, 3 എന്നൊരു മീനിങ്. 3 try 125 ടിക്ക് ചെയ്യണം. try. then 126 ടിക്ക് ചെയ്യണം. uni 1, 126 uni 1, 126 uni 1. then 127 vaso, 127 vaso, vessels, vesselsമായി ബന്ധപ്പെട്ടത്. 127 vaso, vesselsമായി ബന്ധപ്പെട്ടത്. ഓക്കെ, 125 126 ടിക്ക് ചെയ്യണം. 117 122 ടിക്ക് ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മുടെ പ്രിഫിക്സസ് കംപ്ലീറ്റഡ് ആണ്. ഇപ്പൊ പറഞ്ഞതിലാണ് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് ടിക്ക് ചെയ്യാനുള്ളത് ഒന്നുകൂടി പറയാണ്. പ്രിഫിക്സില് പറയുന്നത് ശ്രദ്ധിക്കുക കേട്ടോ. 28 തുടങ്ങി ടിക്ക് ചെയ്യണം നിങ്ങൾ. 28 നമ്പേഴ്സ് മാത്രമാണ് പറയുന്നത് കേട്ടോ, ശ്രദ്ധിക്കുക. 28, 31, 32, 34, 39, 41, 47, 48, 49, 50, 52, 53, 56, 57, 58, 65, 67, 70, 71, 73, 79, 80, 84, 92, 94, 94, 97, 98, 104, 105, 106, 140, 114, 117, 122, 125, 126. ഇതുവരെ കറക്റ്റ് ആണോ? 126 വരെ കറക്റ്റ് ആണോ? ഓക്കെ, യെസ്. നമ്മൾ ഇനി നെക്സ്റ്റ് നോക്കുന്നത് കോമൺ സഫിക്സസ് ആണ്. സഫിക്സ് എന്ന് പറയുന്നത് എന്താണ്? എവിടെ ചേർക്കുന്ന വേർഡാണ് നമ്മൾ പഠിച്ചത്? സഫിക്സ് എന്ന് പറയുന്നത് എൻഡ് ഓഫ് ദ വേർഡ് അല്ലെ? ഒരു വാക്കിന്റെ ഒരു ടേമിന്റെ അവസാന ഭാഗം ചേർക്കുന്നതാണ് നമ്മൾ എന്ത് സഫിക്സസ് എന്ന് പറയുന്നത്. ഓക്കെ, അലിഗ ഫസ്റ്റ് വൺ എന്താണ്? അലിഗ റിലേറ്റിംഗ് ടു പെയിൻ, വേദനയുമായി ബന്ധപ്പെട്ടത് കേട്ടോ, അലിഗ. then എസ്തനോ, എസ്തനോ ഫീബിൾനെസ്, അതായത് ബലഹീനത എന്നൊരർത്ഥം കേട്ടോ. എസ്തനോ ഫീബിൾനെസ്, എസ്തനോ ഫീബിൾനെസ്. then blast,
ഇമ്മെച്വർ സെൽ. ബ്ലാസ്റ്റ് എന്താണ്? ഇമ്മെച്വർ സെൽ, അതായത് നമ്മുടെ പാകമാകാത്ത അല്ലെങ്കിൽ അപക്വമായിട്ടുള്ള സെൽസുകളാണ് ഇമ്മെച്വർ സെൽസ് അല്ലെങ്കിൽ ബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതില് അലീക ടിക്ക് ചെയ്യണം കേട്ടോ. അലീക ഫസ്റ്റ് സഫിക്സ് ടിക്ക് ചെയ്യാ, ഫസ്റ്റ് സഫിക്സ് ടിക്ക് ചെയ്യാ. Then silly, fourth one ടിക്ക് ചെയ്യണം കേട്ടോ. silly relating to a tumor or swelling, relating to a tumor or swelling. നമ്മുടെ നീര്, മുഴ അതുമായി ബന്ധപ്പെട്ടതാണ് എന്ത്? സിലി എന്ന് പറയുന്നത്. ടിക്ക് ചെയ്യാം കേട്ടോ. സിലി relating to a tumor or swelling കേട്ടോ. നീര് അല്ലെങ്കിൽ മുഴയുമായി ബന്ധപ്പെട്ട. Synthesis, fifth one, synthesis. Synthesis എന്താണ്? Relating to a procedure in which an organ or body cavity is punctured often to drain surplus fluid or get a sample for analysis. എന്താണ്? നമ്മൾ എന്തെങ്കിലും അനാലിസിസ് ഒക്കെ നടത്തുന്നത്, വിശകലനം നടത്തുന്നതിനായിട്ട് ബോഡിയിൽ നിന്ന് എന്താണ്, അതിലെന്തെങ്കിലും ബോഡിയിൽ എന്തെങ്കിലും പഞ്ചർ ഉണ്ടാക്കിയതിനു ശേഷം ഫ്ലൂയിഡ് വലിച്ചെടുക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് എന്ത്? സിന്തസിസ് എന്ന് പറയുന്നത് കേട്ടോ. ബോഡി അനാലിസിസ് നടത്തുന്നതിന് നമ്മൾ ഫ്ലൂയിഡ് എടുക്കാറില്ലേ ബോഡിയിൽ നിന്ന്, ആ ഒരു പ്രോസസ് ആണ് എന്താ? സിന്തസിസ് എന്ന് പറയുന്ന മീനിങ്. ഓക്കെ, ഇത് പ്രൊസീജിയർ ആണ് കേട്ടോ. ഏതിൽ നിന്ന് ഓർഗൻ അല്ലെങ്കിൽ ബോഡിയിൽ നിന്ന് എന്താണ് നമ്മളെ പഞ്ചർ ഉണ്ടാക്കി അല്ലെങ്കിൽ മുറിവുകൾ ഉണ്ടാക്കിയതിനു ശേഷം അതിൽ നിന്ന് ഫ്ലൂയിഡ് എടുക്കുന്ന സാമ്പിൾസ് എടുക്കില്ല നമ്മൾ, ആ ഒരു പ്രോസസ് ആണ് എന്താ? സിന്തസിസ് എന്ന് പറയുന്നത്. ഓക്കെ, then sixth one, സൈറ്റ് എന്താണ്? സെല്ല്, കോശം അല്ലെ. സിക്സ്ത് വൺ ടിക്ക് ചെയ്യാം കേട്ടോ. ആറാമത്തെ ടിക്ക് ചെയ്യാം. സൈറ്റ്, സെല്ല്. എക്ടോമി, സർജിക്കൽ റിമൂവൽ. എന്താണ് എക്ടോമി എന്ന് പറയുന്നത്? സർജിക്കൽ റിമൂവൽ ആണ്. then എമിയ ടിക്ക് ചെയ്യാം. എമിയ ഇമ്പോർട്ടന്റ് ആണ്, ടിക്ക് ചെയ്യാം. Emia, relating to the presence of a substance in the blood. എന്താണ്? രക്തത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങളുടെ സാന്നിധ്യവുമായി ബന്ധപ്പെട്ടതാണ് എമിയ എന്ന് പറയുന്നത്. relating to the presence of a substance in the blood. Okay. Next, Genic means resulting. Resulting. Genic എന്ന് പറയുന്നത് റിസൾട്ടിംഗ് ആണ്, ഫലം എന്നൊരർത്ഥം. Then gram റെക്കോർഡ് ആണ്. നമ്മൾ ഇലക്ട്രോകാർഡിയോഗ്രാം കേട്ടിട്ടില്ലേ? ഇലക്ട്രോകാർഡിയോഗ്രാം അർത്ഥം എന്താണ്? ഇലക്ട്രോകാർഡിയോഗ്രാം റെക്കോർഡഡ് ആണ് അല്ലെ? റെക്കോർഡ്, ഇലക്ട്രോകാർഡിയോഗ്രാം. Then ടിക്ക് ചെയ്യാം കേട്ടോ. 10ാമത്തെ നമ്പർ ടിക്ക് ചെയ്യാം. ഗ്രാം ടിക്ക് ചെയ്യാം. 11 ടിക്ക് ചെയ്യാം. 12 ടിക്ക് ചെയ്യാം. 11, 12 ടിക്ക് ചെയ്യാം. 10, 11, 12 ടിക്ക് ചെയ്യാം. ഇതെന്താണ്? നമ്മൾ ആദ്യം പഠിച്ച വേർഡാണ് അല്ലെ? എന്താണത്? ഐറ്റിസ് അല്ലെ? ഐറ്റിസ്, സ്വെല്ലിംഗ്. ഐറ്റിസ് മീൻസ് സ്വെല്ലിംഗ് എന്നൊരർത്ഥം കേട്ടോ. സ്വെല്ലിംഗ് ആണ് ഐറ്റിസ് എന്ന് പറയുന്നത്. Then lysis, 13ാമത്തത് lysis, decline, disintegration or destruction. lysis എന്ന് പറയുന്നത് എന്താണ്? ശിഥിലീകരണം അല്ലെങ്കിൽ നശിക്കുക എന്നുള്ളവരില്ല, അതപ്പതിക്കുക എന്നൊക്കെ പറയില്ലേ നമ്മള്, അല്ലെങ്കിൽ ഡിസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നശിപ്പിക്കാൻ പറ്റുന്ന ഒരർത്ഥം കേട്ടോ. lysis എന്ന് പറയുന്നത് decline, ശിഥിലീകരണം. 14, മെഗാലി, എക്സ്പാൻഷൻ ഓഫ്. മെഗാലി എന്ന് പറയുന്നത് എക്സ്പാൻഷൻ ഓഫ്. മെഗാലി. Then 15th അണ്ടർലൈൻ, 15th ടിക്ക് ചെയ്യണം. 15ാമത്തത് ടിക്ക് ചെയ്യണം. ഓളജി, സയൻസ് ഓഫ് എന്നാണ് അർത്ഥം. ഓളജി എന്ന് പറയുന്നത് എന്താണ്? നമ്മളിപ്പോ കാർഡിയോളജി, ഡെർമറ്റോളജി ഇതൊക്കെ എന്താണ്? ഒരു ശാസ്ത്ര ശാഖകളാണ് അല്ലെ? ഓളജി എന്ന് നമ്മൾ കൂട്ടിച്ചേർത്ത് പറയുന്നത് സയൻസ് ആണ് അല്ലെ? ശാസ്ത്രം. ഓക്കെ, ഓളജി ടിക്ക് ചെയ്യാം. ഒമ എന്താണ്? ട്യൂമർ ആണ് അല്ലെ? ഒമ
tumor. Tumor. Osis. എന്താണ് relating to diseases, process, see also cis. എന്താണ് relating to the diseases. ഏതെങ്കിലും തരത്തിലുള്ള രോഗാവസ്ഥയുമായി ബന്ധപ്പെട്ടതാണ് എന്താ ഓസിസ് എന്ന് പറയുന്നത്. Okay. Then ostomy. Surgical creation of an opening or hole. Ostomy എന്ന് പറയുന്നത് എന്താണ് surgical creation of an opening or a hole. ഏതെങ്കിലും surgical creation ഏതെങ്കിലും ഹോൾ ഓപ്പണിംഗ് ചെയ്യുന്നതാണ് എന്താ ഓസ്റ്റോമി എന്ന് പറയുന്നത്. ഓട്ടോമി അടുത്ത എന്താണ് ഓട്ടോമി സർജിക്കൽ ഇൻസിഷൻസ് ആണ്. എന്താണ് മുറിവുകൾ ഉണ്ടാക്കുന്നത്. ഓട്ടോമി സർജിക്കൽ ഇൻസിഷൻ കീറി മുറിക്കാന്നൊക്കെ പറയില്ലേ അത്. ഓക്കെ. പത്തി എന്താണ് ഡിസീസസ് ഓർ എ സിസ്റ്റം ഫോർ ട്രീറ്റിംഗ് ഡിസീസസ്. അസുഖങ്ങൾ. പത്തി മീൻസ് എന്താണ് അസുഖം എന്നൊരു മീനിങ് ആണ് കേട്ടോ പത്തി. 21 എന്താണ് ഫാഗിയ കേട്ടോ. ഫാഗിയ ആണ് relating to eating or swallowing. കഴിക്കുന്നതുമായി എന്തെങ്കിലും ബന്ധപ്പെട്ടത് കേട്ടോ ഫാഗിയ. Then fascia എന്താണ് relating to speech. Fascia means relating to speech. Phobia relating to irrational fear. Phobia means എന്താണ് relating to irrational fear. അകാരണമായിട്ടുള്ള പേടിയില്ല തീവ്രമായിട്ടുള്ള ഭയവുമായി ബന്ധപ്പെട്ടത്. Okay. Then plasty. ഫോബിയ ടിക്ക് ചെയ്യണം കേട്ടോ. ഫോബിയ ടിക്ക് ചെയ്യണം. 23 ടിക്ക് ചെയ്യണം. പ്ലാസ്റ്റി നമ്മൾ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയില്ലേ പ്ലാസ്റ്റിക് സർജറിയുമായി റിലേറ്റ് ചെയ്തത് പ്ലാസ്റ്റി ആൻജിയോപ്ലാസ്റ്റി. 24 ടിക്ക് ചെയ്യണം. 25 ടിക്ക് ചെയ്യണം. പ്ലേജിയ 25 എന്താണ് പ്ലേജിയ ടിക്ക് ചെയ്യണം കേട്ടോ. പാരാലിസിസ് അല്ലെ പക്ഷാഘാതം. പ്ലേജിയ എന്താണ് പാരാലിസിസ് പക്ഷാഘാതം ടിക്ക് ചെയ്യണം കേട്ടോ. 23, 24, 25 ടിക്ക് ചെയ്യണം. 23, 24, 25 ടിക്ക് ചെയ്യണം. Then നിയ 26 എന്ന് പറയുന്നത് എന്താണ് നിയ എന്നാണ് വായിക്കുന്നത് കേട്ടോ. നിയ relating to ബ്രീത്തിങ്ങുമായി ബന്ധപ്പെട്ടത്. നിയ relating to breathing. നെക്സ്റ്റ് എന്താണ് ടോട്ടിസ് ടിക്ക് ചെയ്യണേ. ടോട്ടിസ് 27 ടിക്ക് ചെയ്യണം. ടോട്ടിസ് ടിക്ക് ചെയ്യണം. ടോട്ടിസ് എന്താണ് ഡ്രോപ്പിംഗ് എന്ന് പറയില്ലേ നമ്മള് ഡ്രോപ്പ് ചെയ്യാന്ന് പറയില്ലേ ഡ്രോപ്പിംഗ് ടോട്ടിസ്. 28 റേജ് 28 റേജ് unusual or excessive flow or discharge. നമ്മുടെ ഡിസ്ചാർജസ് ഇല്ല വെള്ളപ്പൊക്കം എന്ന് പറയില്ലേ നമ്മള്. യെസ് എക്സസീവ് ആയിട്ട് പോകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് റേജ് എന്ന് പറയുന്നത്. വൈറ്റ് ഡിസ്ചാർജ് പല കളേഴ്സിലുണ്ടായിരിക്കും അല്ലെ. റേജിന് തൊട്ട് മുമ്പായിട്ട് വല്ലാതെ കോമൺ ആയിട്ടും സ്ത്രീകളിൽ എന്തുണ്ടാവാറുണ്ട് ഡിസ്ചാർജസ് ഉണ്ടാവാറുണ്ട്. അറിയാലോ നിങ്ങൾക്ക്. ഓക്കെ. 29 എന്താണ് 27 ടിക്ക് ചെയ്തോ നിങ്ങള്. 27 ടോട്ടിസ് ടിക്ക് ചെയ്യണം. യെസ്. 29 റാജിയ ഓക്കെ. 30 എന്താണ് റാഫി പേരാണ് അല്ലെ. റാഫി സ്ട്രക്ചർ ഓഫ് അല്ലെങ്കിൽ റിപ്പയർ ഓഫ് എന്നാണ് കേട്ടോ. അസ്ഥി സംയോജനം എന്ന് നമ്മൾ പറയും. സ്ട്രക്ചർ അല്ല സ്ട്രക്ചർ ആണ് കേട്ടോ. സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ് അസ്ഥി സംയോജനം അല്ലെങ്കിൽ റിപ്പയർ ഓഫ്. അതാണ് റാഫി എന്ന് പറയുന്നത്. അതൊന്ന് കംപ്ലീറ്റ് ചെയ്തേക്കട്ടെ കേട്ടോ കുറച്ചുള്ളത്. പിന്നെ എന്താണ് റാഫി റിയ അതൊക്കെ പേരുകൾ പോലെ തോന്നും അല്ലെ. റിയ എന്താണ് ഫ്ലോ ഓഫ് ഡിസ്ചാർജിന്റെ ഫ്ലോ ആണ് നമ്മൾ റിയ എന്ന് പറയുന്നത്. 32 ടിക്ക് ചെയ്യണം കേട്ടോ. 32 സ്കോപ്പ് നമ്മൾ എൻഡോസ്കോപ്പ് ഇതൊക്കെ പറയില്ലേ എൻഡോസ്കോപ്പ്. ഡിവൈസ് ഫോർ എക്സാമിനേഷന് വേണ്ടി നമ്മൾ ഒരു ഡിവൈസ് അകത്തേക്ക് കൊടുക്കുന്ന പ്രോസസ് ആണ് സ്കോപ്പ് എന്ന് പറയുന്ന മീനിങ് കേട്ടോ. 32ഉം 33ഉം ടിക്ക് ചെയ്യണം. സ്കോപ്പി മറ്റേത് എൻഡോസ്കോപ്പ് ഇത് എൻഡോസ്കോപ്പി അല്ലെങ്കിൽ
പ്രോണോസ്കോപ്പി എന്നൊക്കെ പറയുന്നത് എക്സാമിനേഷൻ വിത്ത് ഡിവൈസ്. എക്സാമിനേഷൻ വിത്ത് ഡിവൈസ് 32ഉം 33ഉം ടിക്ക് ചെയ്യാം കേട്ടോ. 34 എന്താണ്? സിസ്. 34 സിസ്. പ്രോസസ് ഓഫ് ആക്ഷൻ ഓർ കണ്ടീഷൻ. ഒരു പ്രോസസ് അല്ലെങ്കിൽ ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ഒരു അവസ്ഥ എന്നൊരു മീനിങ് ആണ് എന്ത്? സിസ് എന്ന് പറയുന്നത്. ഓക്കെ. Then taxes. Taxes എന്താണ്? ഓർഡർ അല്ലെങ്കിൽ അറേഞ്ച്മെന്റ്. ഓർഡർ അല്ലെങ്കിൽ അറേഞ്ച്മെന്റ്സ് എന്നാണ് എന്ത്? ടാക്സസ് എന്ന് പറയുന്നത്. 36 ടിക്ക് ചെയ്യണം. ട്രോഫിക്. 36 ടിക്ക് ചെയ്യണം. ട്രോഫിക് എന്താണ്? റിലേറ്റിംഗ് ടു ദ ന്യൂട്രീഷൻ. ന്യൂട്രീഷൻസുമായി പോഷകങ്ങളുമായി ബന്ധപ്പെട്ടത്. 36 എന്താണ്? ട്രോഫിക് റിലേറ്റിംഗ് ടു ദ ന്യൂട്രീഷൻ. Then urea. Urea relating to the substance in urine or the conditions of indicated. എന്താണ്? യൂറിനിൽ എന്തെങ്കിലും തരത്തിലുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ യൂറിനിൽ നമുക്ക് എന്തെങ്കിലും പദാർത്ഥങ്ങൾ കണ്ടുപിടിക്കുന്നതിന് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അവസ്ഥ ഉണ്ടാവുന്നതിനാണ് എന്ത്? യൂറിയ എന്ന് പറയുന്നത്. ഓക്കെ. സബ്സ്റ്റാൻസ് ഇൻ യുറൈൻ. യുറൈനിലെ ഒരു വസ്തുവുമായോ അല്ലെങ്കിൽ സൂചിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു അവസ്ഥയാണ് എന്ത്? യൂറിയ എന്ന് പറയുന്നത്. 37. 36 ആണ് ടിക്ക് ചെയ്യേണ്ടത്. 33, 32. ഓക്കെ. നമ്മുടെ സഫിക്സും പ്രിഫിക്സും കംപ്ലീറ്റഡ് ആണ്. കോമൺ റൂട്ട് വേർഡ്സ് വന്ദന മിസ് എടുക്കുന്നില്ലേ നിങ്ങൾക്ക്? കോമൺ റൂട്ട് വേർഡ്സ്. ഓക്കെ. സഫിക്സ് ഒന്നുകൂടി ടിക്ക് ചെയ്തത് ഞാൻ പറഞ്ഞു പോയണത് ശ്രദ്ധിക്കട്ടോ. 1, 4, 6, 8, 10, 11, 12, 15, 23, 24, 25, 27, 32, 33, 36. Okay. Yes. Okay. Thank you. ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ. Thank you. Have a nice day.